56-ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 56-ാമത്തെ വർക്ക്ഷീറ്റ്, അതിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ഇതാണ്. ഇൻ ദ പാരലോഗ്രാം എ ബി സി ഡി ഒരു പാരലോഗ്രാമാണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. എ ബി, ദ സൈഡ് എ ബി ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. എ ഡി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഡ്രോ എ റഫ് ഡയഗ്രാം. നമുക്കിതുപോലെ ഇത് ക്വസ്റ്റ്യനിലുള്ള ചിത്രമല്ല, നമുക്ക് ഇതുപോലെ ഒരു ഡയഗ്രാം വരക്കാനായിട്ട് സാധിക്കും. എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ആ പാരലോഗ്രാമിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി, എ ബി ഈസ് ഈക്വൽ ടു 10, എ ഡി ഈസ് ഈക്വൽ ടു 8. ഡ്രോ എ റഫ് ഡയഗ്രാം. ഏതാണ്ട് ഇതുപോലെ ഒരു ചിത്രം റഫായിട്ട് നമുക്ക് വരക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് എ ബി ആൻഡ് സി ഡി. ഈ എ ബി എന്ന സൈഡും സി ഡി എന്ന സൈഡും തമ്മിലുള്ള അകലം, അത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. ദിസ് ഈസ് 90 ഡിഗ്രി. ഇവിടെ നമുക്ക് 90 ഡിഗ്രിയാണ് ആംഗിൾ. ഓക്കെ, 90 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഡി പി ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ഈസ് എ ഡി. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് സൈൻ 40. അപ്പോൾ സൈൻ 40 ഈസ് ഈക്വൽ ടു ഡി പി ബൈ 8. Therefore, dp is equal to 8 into sin 40. That is equal to 8 into sin 40. Sin 40 is 0.6428. അതിവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.1424 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഇവ തമ്മിലുള്ള അകലം. മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു വൺ സൈഡ് ഇൻറ്റു ഹൈറ്റ്, the distance between the opposite sides. അതായത് നമുക്കിവിടെ കിട്ടുന്നത് എ ബി ഇൻറ്റു പി ഡി, ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 5.14, ദാറ്റ് ഇസ് ഈക്വൽ ടു 51.4 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ഈ വർക്ക്ഷീറ്റിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി, AB 14 സെൻറ്റിമീറ്റർ, AC 18 സെൻറ്റിമീറ്റർ. ഡ്രോ എ റഫ് ഡയഗ്രാം. റഫായിട്ടൊരു ഏകദേശ ചിത്രം അതാണ് വരയ്ക്കേണ്ടത്. ഡ്രോ എ റഫ് ഡയഗ്രാം. ഏതാണ്ട് ഇതുപോലെ നമുക്കൊരു ഡയഗ്രാം വരക്കാം. കണ്ടോ, ആംഗിൾ എ ഈസ് ഈക്വൽ 25 ഡിഗ്രി ഇവിടെയുണ്ട്. ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ എ ഈസ് ഈക്വൽ 25 ഡിഗ്രി, എ ബി ഈസ് ഈക്വൽ ടു 14, എ സി ഈസ് ഈക്വൽ ടു 18. ഡ്രോ എ റഫ് ഡയഗ്രാം. നോട്ട് പുസ്തകത്തിൽ ഇതുപോലൊരു ചിത്രം വരക്കാം. വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം സി ടു എ ബി? സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ്, എ ബി എന്ന സൈഡ് ഇതാണ്. ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം സി ടു എ ബി, ഇത് കണ്ടുപിടിക്കണം. ആൻഡ് അഗെയിൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. വി ക്യാൻ സി എ ട്രയാങ്കിൾ ഹിയർ. In triangle APC,
In triangle APC, PC is the altitude. PC is the altitude. Altitude to AB. This is a right triangle. ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ട്രിഗണോമെട്രിക് മെഷർ എടുക്കാം 25. Sin 25 is equal to sin 25 degree is equal to PC, opposite side, by hypotenuse, that is 18. Sin 25 is 0.6422 is equal to PC by 18. ഇതിൽ നിന്ന് നമുക്ക് PC is equal to 0.84 രണ്ട് പ്ലേസ് എടുക്കണമെങ്കിൽ ഇൻറ്റു 18, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.84 ഇൻറ്റു 18 11.52 സെൻറ്റിമീറ്റർ എന്നെഴുതാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സി പാർട്ട്, ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് എങ്ങനെയാണ്? സി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഏരിയ ഇസ് ഈക്വൽ ടു, ട്രയാങ്കിൾ ആണ്, ഏരിയ ഇസ് ഈക്വൽ ഹാഫ് ഇൻറ്റു AB into CP, that is equal to half 14 into CP, it is 11.52. നമുക്ക് കിട്ടുന്ന ഉത്തരം 80.64 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി, ഇൻ ദ ഫിഗർ, ഒരു ഫിഗർ ഇവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടാവും. ഇതാണ് ഫിഗർ. ഇങ്ങനൊരു ഫിഗർ തന്നിട്ടാണ് ഈ പറയുന്നത്. ഇൻ ദ ഫിഗർ എ ബി ഈസ് ഈക്വൽ ടു എ സി. എ ബി ആൻഡ് എ സി ആർ ഈക്വൽ. എ ബി എന്ന ഈ സൈഡും എ സി എന്ന സൈഡും ഈക്വലാണ്. ഇൻ ദ ഫിഗർ എ ബി ഈസ് ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു 12. ഈ രണ്ട് സൈഡും 12 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ ഇവിടെ 12 ആണ്, ഇത് 12, ദിസ് ഈസ് ഓൾസോ 12. ഈ രണ്ട് സൈഡും 12 സെൻറ്റിമീറ്റർ ആണ്. ഈ ആംഗിൾ 20 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി ആൻഡ് സി. ബി എന്ന് പറയുന്ന ആംഗിളും സി എന്ന് പറയുന്ന ആംഗിളും എത്ര വീതമാണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി? ഓക്കെ, ഇവിടെ 140 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. എ ബി ആൻഡ് എ സി ആർ ഈക്വൽ. ദെർഫോർ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇത് 140 ആണല്ലോ, ആകെ 180. Therefore, this is 20, this is also 20. What is the measure of angle B and C? അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഇത് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം സി ടു എ ബി? സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ്. എ ബി ഇവിടെയാണ്, സി പുറത്താണ്, ഇവിടെയാണ്. പെർപെൻഡിക്കുലർ, ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ. എ ബി ഈസ് ഹിയർ ആൻഡ് പെർപെൻഡിക്കുലർ ഫ്രം സി ടു എ ബി. ദിസ് ഇസ് സി പി. ഇത് 20, ഇത് 20 ഡിഗ്രി, ദിസ് ഇസ് 20 ഡിഗ്രി, ദിസ് ഇസ് 140 ഡിഗ്രി. Therefore, this angle PAC is equal to 40 ഡിഗ്രി. നമുക്കറിയാലോ, ആംഗിൾ PAC is equal to 180 minus 140, that is equal to 40 ഡിഗ്രി. എന്നിട്ട് നമുക്കിവിടെ ഇതിൻ്റെ സൈൻ എടുക്കാം. അതായത് സൈൻ 40 is equal to PC by 12. ഈ ട്രയാങ്കിളാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് PC is equal to 12 into
Sine 40. Sine 40 is 0.64. The answer is 7.68 centimeter. ഈ ഹൈറ്റ് കിട്ടി. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് one side AB into altitude to that side, that is 7.68. Answer will be 46.08 square centimeter. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണുക എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അത് നമുക്ക് തൽക്കാലം ഇവിടെ ഒഴിവാക്കാം. ഈ ലെങ്ത് കണക്കാക്കണം. കോസ് എടുത്തിട്ട് ഒരു ഇറ്റ്സ് ലെഫ്റ്റ് ആസ് ആൻ അസൈൻമെൻറ്റ് ഫോർ യു. പി എ കാണുക, അതിന് കോസ് മെഷർ എടുക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് കിട്ടുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള ലെങ്ത് കിട്ടുന്നു, ഇത് കിട്ടുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൈൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഈ വലിയ ട്രയാങ്കിളിൻ്റെ സൈൻ എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ലെങ്ത്ത് കിട്ടും. ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. അത് ആൻസർ ഷീറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനു മുമ്പ് നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചെയ്തു നോക്കൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യത്തിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ചിത്രം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി സി എന്നൊരു ട്രയാങ്കിൾ എടുക്കുക. ഈ ചിത്രത്തിലേക്ക് നോക്കണം, എന്നാലേ ഈ പടം വരക്കണം. ഡ്രോ എ റഫ് ഡയഗ്രാം. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിത്രം നമ്മൾ വരക്കണം. ഇൻ ട്രയാങ്കിൾ എ ബി സി, കണ്ടോ, എ ബി സി എന്ന ട്രയാങ്കിൾ. O is the center of its circumcircle. There is a circle passing through the vertices. എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ ഉണ്ട്. ദിസ് ഈസ് ദ സർക്കംസർക്കിൾ ആൻഡ് O is the center of the circumcircle. AB is equal to 24. ഇവിടുത്തെ ഈ നീളം 24 ആണ്. ദിസ് ഈസ് 24. ഇത്രയും തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 140 ഡിഗ്രി. അപ്പോൾ ഏകദേശ ചിത്രം, റഫ് ഡയഗ്രാം, അത് നമുക്ക് ഇതുപോലെ വരക്കാം. ഡ്രോ എ റഫ് ഡയഗ്രാം. ഡ്രോ ഡയമീറ്റർ ഫ്രം എ വിച്ച് കട്ട് ദ സർക്കിൾ അറ്റ് പി. ഇവിടെ നിന്ന് വരക്കുന്ന ഡയമീറ്റർ സർക്കിളിൻ്റെ പിയിൽ കട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് വരക്കുന്നു. ജോയിൻ പി ബി. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. അതിവിടെ വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയാണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ പി ബി? അതായത് എ സി ബി പി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നു. എ സി ബി പി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. Therefore, this angle APB is equal to 180 minus 140. That is equal to 40 degree. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആണ്. ദിസ് ഈസ് 40 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഇത് 90 ആണെന്ന് വ്യക്തം. ആംഗിൾ എ ബി പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ വ്യക്തമാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈൻ എടുത്തു കഴിഞ്ഞാൽ സൈൻ 40 ഈസ് ഈക്വൽ ടു 24 ബൈ എ പി എന്നെഴുതാം. സൈൻ 40 ഈസ് ഈക്വൽ ടു 24 ബൈ എ പി. Therefore, AP ഈസ് ഈക്വൽ ടു 24 ബൈ സൈൻ 40. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ബൈ, ഇവിടെ തന്നിരിക്കുന്നത് 50 എന്ന മെഷേഴ്സാണ്. ട്രിഗണോമെട്രിക് റേഷ്യോസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ 40 എന്ന് പറയുന്നത് കോസ് 50ക്ക് തുല്യമാണ്. കോസ് 50
നമുക്ക് മനസ്സിലാക്കാം. ടേബിളിൽ നിന്ന് വ്യക്തമായിട്ടറിയാം സൈൻ 40 ഈസ് ഈക്വൽ ടു കോസ് 50. അതനുസരിച്ച് 24 ബൈ കോസ് 50 അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ് 50 ഇവിടെ ഉണ്ടല്ലോ 0.64 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 37.5 എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് അതിൻ്റെ പകുതിയായിരിക്കുമല്ലോ. എ പി ആണത്. ഫോർ റേഡിയസ് ഇസ് ഈക്വൽ ടു 37.5 ഡിവൈഡഡ് ബൈ 2 നമുക്ക് കിട്ടുന്നത് 18.75 സെൻറ്റിമീറ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആദ്യത്തെ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഏതാനും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ടാവും. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓൺലൈൻ സെഷനിലും. അതുപോലെ തന്നെയുള്ള ആൻസർ ഷീറ്റിലും ആൻസർ PDF ഉണ്ടല്ലോ, ആൻസർ ഫയലിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ.